ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. KTUവിൻ്റെ EST 130 എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ പാർട്ട് ബി ഇലക്ട്രോണിക്സിലെ കപ്പാസിറ്റേഴ്സ് മൊഡ്യൂൾ 4 കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പോയിന്റ്സ് മാത്രം, അതിന് വേണ്ടിയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. So, what is meant by a capacitor? Capacitor എന്ന് പറഞ്ഞാൽ ഒരു passive component ആണ്. A passive two-terminal electronic component that stores charge. ഒരു capacitor എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് capacitor stores charge എന്നുള്ളതാണ്. അപ്പോൾ a capacitor is a passive two-terminal electronic component that stores charge. It consists of two parallel conducting metal plates separated by a dielectric. ഒരു രണ്ട് മെറ്റൽ പ്ലേറ്റ് ദാറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ എ ഡയലക്ട്രിക്, അതാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ആൻഡ് SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഇസ് ഫാരഡ്. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ പ്ലേറ്റ്സ്. ദ സിംബൽ ഓഫ് ദ കപ്പാസിറ്റർ ഇസ് ലൈക്ക് ദിസ്, ടു പാരലൽ പ്ലേറ്റ്സ് ദാറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ എ ഡയലക്ട്രിക്, അതാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ടു പാരലൽ പ്ലേറ്റ്സ്, രണ്ടും ഈക്വൽ സൈസിലുള്ള രണ്ട് പാരലൽ മെറ്റൽ പ്ലേറ്റ്സ് that is separated by a dielectric. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയലക്ട്രിക്കിൻ്റെ ആ ഒരു സ്പേസിങ്. സോ ദാറ്റ് ഈസ് അബൌട്ട് കപ്പാസിറ്റർ. ഇനി കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ചാർജ് സ്റ്റോർ ചെയ്യും? ദാറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ Q is equal to CV. അതായത് where Q is the charge stored and that will be in coulombs, and C is the capacitance of that capacitor, V is the voltage applied, that will be in volts. ഇനി energy stored in a capacitor is given by, here it is written as W. Energy stored in a capacitor is given by half CV square, where C is the capacitance value and V is the voltage applied. Okay, so that is about capacitor. Now coming to the symbol of a capacitor. Okay, ഒരു ഫിക്സഡ് കപ്പാസിറ്ററിന്റെ സിമ്പിൾ എങ്ങനെയായിരിക്കും? രണ്ട് പാരലൽ പ്ലേറ്റ്സ്, ഈക്വൽ സൈസിലുള്ള രണ്ട് പാരലൽ പ്ലേറ്റ്സ് that is separated by a dielectric. അതാണ് കാണിച്ചിരിക്കുന്ന ആ സ്പേസിങ്. പിന്നെ അതിൻ്റെ രണ്ട് എൻഡ്സിന്ന് നമ്മൾ ലീഡ് എടുക്കുന്നു, ദാറ്റ് ഇസ് ദ ടെർമിനൽസ്. ഇനി ഒരു പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ഒക്കെ പോളറൈസ്ഡ് ആണ്, പ്ലസും മൈനസും ഉണ്ട് അല്ലേ. അപ്പോൾ അത്തരം കപ്പാസിറ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഈദർ യു ക്യാൻ റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്, അതായത് ഒരു ലൈൻ ആൻഡ് ദിസ് ഇസ് എ കർവ്ഡ് ലൈൻ. അപ്പോൾ ഇത് വെച്ചും നമുക്ക് ഈ കർവ്ഡ് ലൈൻ കാണിക്കുന്നത് നെഗറ്റീവാണ് ആൻഡ് ദിസ് പാർട്ട് ഇസ് എ പോസിറ്റീവ്. ഇങ്ങനെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓർ എൽസ് യു ക്യാൻ ഓൾസോ റെപ്രസെൻ്റ് ഇറ്റ് ആസ് സിംപ്ലി ടു പാരലൽ പ്ലേറ്റ്സ് and this will be the positive terminal and this will be the negative terminal. This is also okay. And the next type is variable capacitors. അപ്പോൾ variable capacitors ആണെങ്കിൽ രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഓഫ് ഈക്വൽ സൈസ്, ദാറ്റ് ഈസ് ഷോൺ വിത്ത് എൻ ആരോ മാർക്ക്. അതായത് ഈ കപ്പാസിറ്റൻസ് വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളൊരു ആരോ മാർക്കും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഒരു കപ്പാസിറ്ററിൻ്റെ മെയിൻ ഫങ്ഷൻ ആണ് പറയുന്നത്. കപ്പാസിറ്റർ ഓഫേഴ്സ് ലോ ഇംപിഡൻസ് ടു AC, അതായത് ACനെ പാസ് ചെയ്യും, അതായത് ആ ഒരു ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി ഇല്ല when it comes to AC signals, but it has very high impedance to DC signals. DCനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ. അപ്പോൾ അതിനെ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയും. നമുക്ക് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദിസ് ഇസ് ഹൗ യു റെപ്രസെൻ്റ് എ കപ്പാസിറ്റർ, റൈറ്റ്? ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ നോർമലി ഒരു DC സിഗ്നൽ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? സിംപ്ലി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് DC അല്ലേ. അപ്പോൾ ആ ഒരു DC സിഗ്നൽ വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ DCയുടെ ഇവിടെ വന്ന് കപ്പാസിറ്ററിൻ്റെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ബ്ലോക്കായി, DCക്ക് പോകാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം AC സിഗ്നൽ എങ്ങനെയാണ്? ഓൾട്ടർനേറ്റിംഗ് ആണ്. അതിങ്ങനെ ഇങ്ങനെ വരും. ഇറ്റ് ക്യാൻ ജംപ് ത്രൂ ദിസ് കപ്പാസിറ്റൻസ് ആൻഡ് പാസ് ത്രൂ ദിസ് കപ്പാസിറ്റർ. ഓക്കെ, AC സിഗ്നൽ നമുക്ക് capacitors pass AC signals and blocks DC signals. Hope you are clear about this. Now let us see the equation for capacitor. ഒരു കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A epsilon by D ആണ്, where epsilon എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഇറ്റ് ഈസ് ഗിവൺ ബൈ epsilon 0 into epsilon r. അപ്പോൾ A എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ, ഒരു കപ്പാസിറ്ററിന്റെ ഏരിയ. അപ്പോൾ പ്ലേറ്റ് ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ്
It is the area of the plate. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ വി ഹാവ് ടു പ്ലേറ്റ്സ്, രണ്ട് മെറ്റൽ പ്ലേറ്റ് വെച്ചാണ് നമ്മൾ കപ്പാസിറ്റർ ഉള്ളത് അല്ലേ. ഏരിയ ഓഫ് എ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി എ, ബിക്കോസ് രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആർ സെയിം ആൻഡ് ഐഡൻറ്റിക്കൽ, റൈറ്റ്. അപ്പോൾ ഏരിയ ഓഫ് വൺ ഓഫ് ദി പ്ലേറ്റ്സ് that can be considered as the plate area A. Okay, and next is the plate separation D. It is inversely proportional to the distance between these plates. അപ്പോൾ ഇത് ഈ ഒരു ഡിസ്റ്റൻസ് that is given as D. Okay, this distance is given as D. That is the plate area. രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് D എന്ന് പറയുന്നത്. So capacitance value is inversely proportional to the distance between the plates. Now coming to the dielectric constant. അതായത് നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്ന ഡയലക്ട്രിക് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കപ്പാസിറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഓരോ കപ്പാസിറ്ററിനും വേണ്ടുന്ന ഡയലക്ട്രിക് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് പേപ്പർ കപ്പാസിറ്റേഴ്സിനാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഡയലക്ട്രിക് പേപ്പറാണ്. if you are taking ceramic കപ്പാസിറ്ററിൻ്റെ ഡയലക്ട്രിക് സെറാമിക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. if you are taking polyester capacitor, അതിലുള്ള മെറ്റീരിയൽ പോളിസ്റ്റർ ആണ്, അതിലുള്ള ഡയലക്ട്രിക് പോളിസ്റ്റർ ആണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഇതിൻ്റെയൊക്കെ ഡയലക്ട്രിക് വാല്യൂ, ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ വാല്യൂ വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വി ഹാവ് എ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ എപ്സിലോൺ. ഈ എപ്സിലോൺ എന്ന് പറഞ്ഞ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. എപ്സിലോൺ 0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആൻഡ് എപ്സിലോൺ ആർ ഇസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ആ മെറ്റീരിയലും അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയും ആയിട്ടുള്ള ആ ഒരു റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ ആർ എന്ന് പറയുന്നത്. ആൻഡ് this is the capacitance which is equation which is and the capacitance is expressed in farads. Now we have a few applications for capacitors. That is a capacitor stores charge. It can bypass. Capacitor charge store ചെയ്യുന്ന ആദ്യം പറഞ്ഞു അല്ലേ. ഇനി bypass capacitor ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത്. That means it passes AC signals and blocks DC, right? And it acts as a filter. അതായത് നമ്മുടെ RC നെറ്റ്വർക്ക്, RC അല്ലെങ്കിൽ ഒരു ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ഇങ്ങനെയുള്ള ഓരോ സർക്യൂട്ടുകളിൽ ഈ കപ്പാസിറ്റർ ആക്ട്സ് ആസ് എ ഫിൽറ്റർ ടു റിമൂവ് ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിനെ റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി കോമ്പണൻസിനെ റിമൂവ് ചെയ്യണോ. ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഇറ്റ് വിൽ ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ് ഫിൽറ്റർ റിക്വയർമെൻറ്റ്. ഇനി അടുത്ത് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ RC നെറ്റ്വർക്ക് പോലെ RC കപ്പിൾഡ് ആംപ്ലിഫയർ പോലെയുള്ള ഓരോ സർക്യൂട്ടുകളിൽ നമുക്ക് കപ്ലിങ്ങിന് വേണ്ടിയിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ഇംപിഡൻസ് മാച്ചിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആയിട്ട് കപ്പാസിറ്റേഴ്സിനെ ഉപയോഗിക്കും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്യൂണിങ് ആപ്ലിക്കേഷൻസ്. അപ്പം വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ലൈക്ക് ഗ്യാങ് കപ്പാസിറ്റേഴ്സ് ഒക്കെ നമ്മൾ ട്യൂണിങ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്നുണ്ട് ഇൻ TV റിസീവേഴ്സ് ആൻഡ് സോ ഓൺ. And then we have capacitors as timing capacitors in certain circuits. Timing applications ന് വേണ്ടിയിട്ടും നമ്മൾ capacitors യൂസ് ചെയ്യുന്നുണ്ട്. These are a few examples or few applications. We have many more applications of capacitors. ഇനി വരുന്നത് സ്പെസിഫിക്കേഷൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. ഒരു കപ്പാസിറ്ററിനെ നമ്മൾ എങ്ങനെയൊക്കെ സ്പെസിഫൈ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. We have the capacitance value, temperature coefficient of capacitance and working temperature, leakage current, power or voltage rating and working voltage, and ESR, equivalent series resistance. ഇതാണ് മെയിൻ ആയിട്ടുള്ള കപ്പാസിറ്ററിന്റെ സ്പെസിഫിക്കേഷൻസ്. Now let us see each of these points. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഈതർ കപ്പാസിറ്റർ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ റെസിസ്റ്റർ സ്പെസിഫിക്കേഷൻ നോർമലി ചോദിക്കാറുണ്ട്. സോ യു ക്യാൻ സ്റ്റഡി ബോത്ത് ഓഫ് ദിസ് വെരി തറോലി. ആദ്യത്തേത് കപ്പാസിറ്റൻസ് വാല്യൂ എന്നാണ്. അതായത് ഒരു കപ്പാസിറ്ററിനെ നമ്മൾ എത്രയാണ് അതിൻ്റെ വാല്യൂ എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാ? ഇൻ ഫാരഡ്സ്, റൈറ്റ്? അപ്പോൾ ആ ഒരു വാല്യൂവിനെയാണ് ഇറ്റ്സ് നോമിനൽ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ഇൻ ഫാരഡ്സ്, മൈക്രോ ഫാരഡ്സ്, നാനോ ഫാരഡ്സ്, പിക്കോ ഫാരഡ്സ് ആൻഡ് സോ ഓൺ. ആ ഒരു വാല്യൂ, കപ്പാസിറ്റൻസ് വാല്യൂവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് എ കപ്പാസിറ്റർ.
Now coming to temperature coefficient of capacitance and working voltage. അതായത് capacitance changes with temperature and this variation depends on the factor and this factor that is temperature coefficient of capacitance. അതായത് temperature മാറുന്നതനുസരിച്ച് capacitance value മാറും and it is expressed in parts per million per degree Celsius. അപ്പോൾ that is about temperature coefficient of capacitance and a normal operating temperature of a capacitor that is called working temperature. Next comes the leakage current. അപ്പോൾ നമ്മുടെ കപ്പാസിറ്ററിൽ ഞാൻ പറഞ്ഞു രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട് that is separated by a dielectric അല്ലേ. അപ്പോൾ ആ ഡയലക്ട്രിക് മെറ്റീരിയൽ എന്തായിരിക്കും? ഇറ്റ് ക്യാൻ ബി an insulator. It has to be an insulator അല്ലേ. അതിൽ കൂടെ കറണ്ട് പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ വി ഹാവ് പ്ലാസ്റ്റിക്, സെറാമിക്, പേപ്പർ, അങ്ങനെയുള്ള ഈവൻ എയർ ആൻഡ് വാക്യൂം ആർ ഓൾസോ ഡയലക്ട്രിക്. അപ്പോൾ ഈ ഡയലക്ട്രിക് വെക്കുമ്പോൾ അവിടെ ദർ ഷുഡൻറ്റ് ബി എ കറണ്ട് ഫ്ലോ. എന്നാൽ പോലും നമ്മൾ ആ ഒരു വോൾട്ടേജ് അപ്ലൈ, ചാർജിങ്ങിൻ്റെ സമയത്ത് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യില്ലേ, അപ്പോൾ ഒരു ചെറിയ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഒരു ചെറിയ ലീക്ക് ഉണ്ടാവും കറണ്ടിൻ്റെ ഫ്രം വൺ പ്ലേറ്റ് ടു അതർ. അപ്പോൾ ഈ ഒരു ചെറിയ കറണ്ടിനെയാണ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് കംസ് ദ പവർ റേറ്റിംഗ്. പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ കപ്പാസിറ്റർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ഡാമേജ്. അപ്പോൾ ലീക്കേജ് കറണ്ട് ചെറിയ വാല്യൂ ആയിരിക്കണം. ആൻഡ് പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നോർമൽ വാട്ടേജ് റേറ്റിംഗ് ദാറ്റ് എ കപ്പാസിറ്റർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ഡാമേജ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇക്വാലന്റ് സീരീസ് റെസിസ്റ്റൻസ്. ഒരു കപ്പാസിറ്ററിൽ there will be an equivalent series resistance for that capacitor. അതിനെ ആ ഒരു internal resistance എന്ന് പറയും. ആ ഒരു ഓംസിൽ തന്നെയാണ് ഈ റെസിസ്റ്റൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ലോ ഇൻ ദ ഓർഡർ ഓഫ് മില്ലി ഓംസ്. അപ്പോൾ ഇക്വാലന്റ് സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ സീരീസ് വിത്ത് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി ഉണ്ടാവും. ദാറ്റ് വാല്യൂ വിൽ ബി വെരി ലെസ് in the order of milli ohms. ഇനി അടുത്തത് വോൾട്ടേജ് റേറ്റിംഗ് ഓർ വർക്കിംഗ് വോൾട്ടേജ്. ദ നോർമൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് എ കപ്പാസിറ്റർ, ആ ഒരു വർക്കിംഗ് വോൾട്ടേജ് ബിയോണ്ട് വിച്ച് നമ്മൾ അതിന് ഒരു പരിധി കൂടുതൽ ആ ഒരു വോൾട്ടേജ്, ആ ഒരു റേറ്റിംഗിൽ കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ ദാറ്റ് കപ്പാസിറ്റർ ഗെറ്റ്സ് ഡാമേജ്ഡ്. അതാണ് നോർമൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് ദ കപ്പാസിറ്റർ. Now these are the specifications of capacitor. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ആണ്. അപ്പോൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്ററിൻ്റെ ഒരു ചെറിയൊരു സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ സീ വി ഹാവ് എ ബാറ്ററി. ആ ബാറ്ററിയുടെ വോൾട്ടേജ് V0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ കപ്പാസിറ്റർ C ആൻഡ് ദിസ് ഇസ് എ സ്വിച്ച്. സ്വിച്ചിനെ either 1ലേക്കോ അല്ലെങ്കിൽ 2ലേക്കോ ടെർമിനൽ 2ലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദ ലോഡ് LOAD ലോഡ്, റൈറ്റ്. അപ്പോൾ ഇനി നോക്കാം നമുക്ക്. ആദ്യത്തെ കേസിൽ നമ്മൾ ചാർജിങ് കപ്പാസിറ്റർ എങ്ങനെ ചാർജ് ആവുന്നു എന്ന് നോക്കാം. ചാർജിങ്ങിൻ്റെ സമയത്ത് ഇനീഷ്യലി നമ്മൾ ഈ സ്വിച്ച് ടെർമിനൽ 1ലേക്ക് കണക്ട് ചെയ്തു. കപ്പാസിറ്ററിൻ്റെ അവിടെ നിന്ന് വന്ന ആ സ്വിച്ച് ടെർമിനൽ 1ലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഇറ്റ് ഫ്ലോസ് ആൻഡ് അക്യുമുലേറ്റ്സ് ഓൺ ദ അപ്പർ ടെർമിനൽ ഓഫ് ദ കപ്പാസിറ്റർ. അപ്പോൾ അങ്ങനെ ചാർജിങ് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഗെറ്റ്സ് നെഗറ്റീവ് ഓഫ് ദ ബാറ്ററിന്ന് യു ഹാവ് ദ നെഗറ്റീവ് ചാർജ് ദാറ്റ് ഗെറ്റ്സ് അക്യുമുലേറ്റഡ് അറ്റ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അങ്ങനെ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ചാർജിങ്. ഇതിങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അൺടിൽ ദിസ് വോൾട്ടേജ്, ഈ V0 എന്ന് പറയുന്ന വോൾട്ടേജും ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് VCയും ഈക്വൽ ആവുന്നവരെ ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് VCയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് V0 ഷുഡ് ബി ഈക്വൽ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. V0 ഈസ് ഈക്വൽ ടു VC ആവുന്നവരെ ആ ഒരു ചാർജിങ് പ്രോസസ് കണ്ടിന്യൂസ്. ഓക്കെ. ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദി battery that flows and accumulates at the upper plate of the capacitor, and this process continues. ഇതിനെയാണ് ചാർജിങ് ഓഫ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വൺസ് ഇത് ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ നോ മോർ ഫ്ലോ ഓഫ് ചാർജ് ഒക്കേഴ്സ്. ആ ഒരു ചാർജിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെർമിനലിൽ ഇവിടുന്ന്
റിമൂവ് ചെയ്ത് നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയിരിക്കും. ഇനി ലെറ്റ് us see what happens in the discharging. ഇനി നമുക്ക് ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുക നോക്കാം. വി ഹാവ് അപ്പോൾ ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജായി റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഈ 1 ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ കളഞ്ഞു. വി ഡിസ്കണക്റ്റഡ് ദ കപ്പാസിറ്റർ switch to the switch to the terminal 1. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ സ്വിച്ചിനെ നമ്മൾ ടെർമിനൽ 2, ദിസ് ഇസ് ടെർമിനൽ 2 റൈറ്റ്. അപ്പോൾ ടെർമിനൽ 2 ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? ഈ ഫുള്ളി ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പാസിറ്ററിനെ നമുക്ക് ലോഡിൽ ഡിസ്ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ. അപ്പോൾ ഇതാണ് ലോഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് ആ കപ്പാസിറ്റർ when switch is connected to terminal 2, the voltage from this already charged capacitor will flow through the load. അങ്ങനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് എടുക്കാം ആ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജ്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ. അപ്പോൾ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എന്താണെന്ന് പഠിച്ചു. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് വർക്കിംഗ് ഓഫ് എ കപ്പാസിറ്റർ എന്താണെന്ന്. ഇനി അടുത്ത പോയിന്റ് ആണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്കിത് ആവശ്യമാണ്. ഒരു കപ്പാസിറ്റർ പഠിക്കുമ്പോൾ ആവശ്യമുള്ള ഒരു പോയിൻ്റാണ്. മാത്രമല്ല നിങ്ങൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്ന അടുത്ത ടോപ്പിക്കിലൊക്കെ പഠിക്കുമ്പോൾ ഇത് ഈ ടേം വരുന്നുണ്ട്. സോ ലെറ്റ് us see what is meant by capacitive reactance. അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദാറ്റ് കപ്പാസിറ്റർ. ഒരു കറണ്ട് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടീനെയാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. The resistance offered by the capacitor, അല്ലെങ്കിൽ ആ ഒരു കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടീനെയാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. The resistance offered by the capacitor offered to the current flow. അതിനെയാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ XC ഈസ് ഈക്വൽ ടു 1/2π FC അല്ലേ. where F is the frequency in hertz, XC is the കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അത് ഓംസിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് C is the capacitance value that is expressed in farads. അപ്പോൾ റിയാക്ടൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ്. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. അതായത് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഡിക്രീസ് ചെയ്യും. അതേപോലെ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ ലേറ്റർ ഓൺ ഇനി കമ്മിങ് ടോപ്പിക്സിൽ നിങ്ങൾക്കത് ആവശ്യം വരും. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ആ ഒരു കറണ്ട് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യാനുള്ള ആ ഒരു അതിനെ റിയാക്ട് അല്ലെങ്കിൽ ഒരു ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടീനെയാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് 1/2π FC. ഹോപ്പ് യു ആർ ക്ലിയർ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്. നിങ്ങൾ അതിന് ഡീറ്റെയിൽഡ് സ്റ്റഡി ഒന്നും വേണ്ട. യു ജസ്റ്റ് ഹാവ് ടു ലേൺ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ കപ്പാസിറ്റേഴ്സ് ഫിക്സഡ് കപ്പാസിറ്റേഴ്സും ഉണ്ട്, വേരിയബിൾ കപ്പാസിറ്റേഴ്സും ഉണ്ട്. അതിൽ ഫിക്സഡിൽ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. സോ വാട്ട് ഈസ് മെന്റ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ്? അതായത് പ്ലസും മൈനസും ഇല്ല, അതായത് പോളറൈസേഷൻ ഇല്ലാത്ത പോളറൈസ്ഡ് അല്ലാത്ത കപ്പാസിറ്റേഴ്സിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് പേപ്പർ കപ്പാസിറ്റർ, മൈക്ക, സിറാമിക് ആൻഡ് പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? പേപ്പർ കപ്പാസിറ്ററിൽ അതിൻ്റെ ഡയലക്ട്രിക് എന്തായിരിക്കും? പേപ്പർ ആയിരിക്കും. മൈക്ക കപ്പാസിറ്ററിൽ അതിൻ്റെ ഡയലക്ട്രിക് മൈക്ക ആണ്. സെറാമിക് കപ്പാസിറ്റേഴ്സിൻ്റെ ഡയലക്ട്രിക് സെറാമിക് ആണ്. പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സിൻ്റെ ഡയലക്ട്രിക് പോളിസ്റ്റർ ആണ്. Now coming to electrolytic capacitors. Two main types of electrolytic capacitors are aluminum and tantalum. എന്താണ് electrolytic capacitors? പൊളാരിറ്റി ഉള്ളത്, അതായത് പ്ലസും മൈനസും ഉള്ള കപ്പാസിറ്റേഴ്സിനെയാണ് ഒരു ലീഡ് പോസിറ്റീവും ഒരു ലീഡ് നെഗറ്റീവും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ വേണം, അത് തിരിച്ച് കണക്ട് ചെയ്യാൻ പാടില്ല.
അങ്ങനെ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സിനെയാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് അലുമിനിയം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആൻഡ് ടാൻടാലം കപ്പാസിറ്റേഴ്സ്. ഇനി വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ് ഗ്യാങ് കപ്പാസിറ്റേഴ്സ്, ട്രിമ്മേഴ്സ് ആൻഡ് പാഡേഴ്സ്. ഇപ്പോൾ ഗ്യാങ് കപ്പാസിറ്റേഴ്സിൻ്റെ കൺസ്ട്രക്ഷനും ഡീറ്റെയിൽസും ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. യു ജസ്റ്റ് ലേൺ ദീസ് നെയിംസ്. ഇനി കപ്പാസിറ്റേഴ്സിനെ നമ്മൾ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ വി ഹാവ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ്. Based on the type of dielectric used, we have all these kind of capacitors, that is paper capacitors, mica, ceramic, polyester, aluminum, tantalum, etc. Aluminum capacitors, they have aluminum oxide as a dielectric, and similarly tantalum has tantalum oxide. But based on the voltage rating also, we have high voltage and low voltage rating capacitors. And based on the polarization, polarized capacitors that are electrolytic capacitors, and non-polarized capacitors that are called electrostatic capacitors. Hope you are all clear about the classification. Now coming to color coding in capacitors. അപ്പോൾ കപ്പാസിറ്റേഴ്സിലെ കളർ കോഡിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് എ സിമിലർ വേ ഹൗ യു ഡു ഇറ്റ് ഇൻ റെസിസ്റ്റർ കളർ കോഡിംഗ്. ആകെ ഒരു ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. വൺ തിങ് ഇസ് ടോളറൻസിലുള്ള ഡിഫറൻസ്, വോൾട്ടേജ് റേറ്റിംഗ് ആൻഡ് ഈ ലാസ്റ്റ് 2 കളേഴ്സിലുള്ള ഒരു മൾട്ടിപ്ലയർ ഡിഫറൻസ്. അപ്പോൾ നമുക്കിവിടെ കാണാം ബ്ലാക്ക് BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ് എന്ന് പറഞ്ഞാൽ സെയിം കളർ പാറ്റേൺ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് 2 ഡിജിറ്റ്സ് വിൽ ബി written as such. അപ്പോൾ ഏത് കളറാണോ ആ കളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ്സ് എന്താണോ അത് നമ്മൾ ആദ്യം തന്നെ എഴുതണം, ഫസ്റ്റ് 2 ഡിജിറ്റ്സ് ആയിട്ട്. ആദ്യത്തെ 2 ബാൻഡിന് ഇറ്റ് വിൽ ബി ദ കളേഴ്സ്. ദ തേർഡ് ബാൻഡ് വിൽ ബി ദ മൾട്ടിപ്ലയർ. ജസ്റ്റ് ലൈക്ക് എങ്ങനെയാണോ റെസിസ്റ്റേഴ്സ് ചെയ്തത് അതുപോലെ തന്നെ മൾട്ടിപ്ലയേഴ്സ് ആയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വയലറ്റിന് 10⁻⁷. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രേയും വൈറ്റും മാത്രം യു ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ്. അപ്പോൾ 10⁻⁻2 അല്ലെങ്കിൽ 0.01 ആണ് ഗ്രേക്ക്, and white is 0.1. Now coming to the tolerance. ബ്ലാക്കിനാണ് ഇവിടെ 20% ടോളറൻസ്, അൺലൈക്ക് നോ കളർ സിൽവർ ഒക്കെ റെസിസ്റ്ററിനുള്ളത് പോലെ ഇവിടെ നമ്മൾക്ക് ബ്ലാക്കിന് 20% ടോളറൻസ്, then you have 5% for green and 10% for white. ഇനി വോൾട്ടേജ് റേറ്റിംഗും സിമിലർ വേയിൽ തന്നെയാണ്. അതായത് ബ്രൗണിന് ഓൾറെഡി 1 ആണ് വാല്യൂ എന്നറിയാം, അപ്പോൾ നമുക്ക് 100 വോൾട്ട് എഴുതാം. ഇനി റെഡ് ആണെങ്കിൽ 2 ആണ് വാല്യൂ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 250 വോൾട്ട് എഴുതിയിട്ടുണ്ട് വോൾട്ടേജ് റേറ്റിംഗ്. ആൻഡ് ദെൻ യെല്ലോ ഈസ് 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 400 വോൾട്ടും ഉണ്ട്. അപ്പോൾ ദിസ് കളർ കോഡിംഗ് ഇസ് ദ മോസ്റ്റ് ജനറിക് വേ ടു റെപ്രസെൻറ്റ് കപ്പാസിറ്റർ കളർ കോഡിംഗ്. ഇനി ഓരോ ടൈപ്പ് കപ്പാസിറ്റേഴ്സിൻ്റെയും ചാർട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സിലാണെങ്കിൽ ഇറ്റ് ഇസ് സിംപ്ലി ലൈക്ക് 100 തൊട്ട് 900 വോൾട്ട് വരെയാണ് ആ ഒരു വോൾട്ടേജ് റേറ്റിംഗ് കാണിച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ജനറിക് ആയിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. യു ക്യാൻ സീ ഒരു കപ്പാസിറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. വി വിൽ സീ ഹൗ ദ വാല്യൂ വിൽ ബി. അപ്പോൾ ഏത് വാല്യൂ ആണെങ്കിലും അത് ആ ഒരു കളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡീകോഡഡ് വാല്യൂ എഴുതുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ പീക്കോ ഫാരഡ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ദിസ് ഇസ് ഹൗ യു ഹാവ് ദ കളർ കോഡിംഗ്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ്, ആദ്യത്തെ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ആണ്. സെക്കൻഡ് ബാൻഡ് റെപ്രസെൻറ്റ്സ് ദ സെക്കൻഡ് ഡിജിറ്റ്. തേർഡ് ബാൻഡ് ഇസ് ദ മൾട്ടിപ്ലയർ. ഫോർത്ത് ബാൻഡ് ഇസ് ദ ടോളറൻസ് ആൻഡ് ഫിഫ്ത്ത് ബാൻഡ് ഇസ് ദ വോൾട്ടേജ് റേറ്റിംഗ്. 5 ബാൻഡാണുള്ളത്. അതിൽ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് വാല്യൂ നോക്കാം. ഫസ്റ്റ് ഡിജിറ്റ് ഏതാ? യെല്ലോ ആണ് അല്ലേ. ഫസ്റ്റ് ബാൻഡ് യെല്ലോ ആണ്. യെല്ലോയുടെ ഡിജിറ്റ് കറസ്പോണ്ടിങ് ഡിജിറ്റ് ഏതാ? 4 ആണ്. നമ്മൾ 4 എന്നുള്ള വാല്യൂ എഴുതുക. നൗ ദ സെക്കൻഡ് ബാൻഡ് ഇസ് വയലറ്റ് അല്ലേ. വയലറ്റ് ആണ് കാണിച്ചേക്കണേ. അപ്പോൾ വയലറ്റിൻ്റെ കറസ്പോണ്ടിങ് കളർ ഏതാ? 7 ആണ് അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ 7 ആണ്. സോ റൈറ്റ് ഇറ്റ് ആസ് സച്ച്. ഇനി നെക്സ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയർ ആണ്. മൾട്ടിപ്ലയർ ഇസ് ഓറഞ്ച്. ഇവിടെ ഓറഞ്ച് ആണ് തന്നേക്കണേ അല്ലേ. അപ്പോൾ ഓറഞ്ച് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ നമ്മൾ ഏത് ബാൻഡ് എടുക്കേണ്ടത്? തേർഡ് ബാൻഡ് ആയതുകൊണ്ട് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ ഈ ഒരു കോളം സെലക്ട് ചെയ്യുക. ഓറഞ്ചിന് 10⁻³ ആണ്. മൾട്ടിപ്ലയർ ആയതുകൊണ്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 10⁻³ ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ദ ടോളറൻസ്. ടോളറൻസ് എന്ന് പറയുന്നത് വൈറ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ബാൻഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോളറൻസ് 10% ആണ്. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സച്ച്. 10% ടോളറൻസ്.
ഇനി ഈ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ പീക്കോ ഫാരഡിലായിരിക്കും. നമുക്ക് പീക്കോ ഫാരഡ് എന്നും കൂടി ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ 47 × 10⁻³ പീക്കോ ഫാരഡ് വിത്ത് 10% ടോളറൻസ്. ഇനി അടുത്ത ഒരു വാല്യൂ ആണ് വോൾട്ടേജ് റേറ്റിംഗ്, ദാറ്റ് ഇസ് 400 വോൾട്ട്. ദാറ്റ് ഇസ് റെഡ് ആണ് കാണിച്ചേക്കുന്നത്. റെഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് റേറ്റിംഗ് എത്രയാ? 250 വോൾട്ട് ആണ് അല്ലേ. അപ്പോൾ 250 വോൾട്ട് ആണ് അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ്. ഈ ഒരു പെർട്ടിക്കുലർ കപ്പാസിറ്ററിന്റെ വാല്യൂ എത്രയാണ്? 47 കിലോ പിക്കോ ഫാരഡ് വിത്ത് 10% ടോളറൻസ് ആൻഡ് 250 വോൾട്ടേജ് റേറ്റിംഗ്. ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത ഒരു വാല്യൂ ആയിട്ട് എഴുതാം. 47 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം അല്ലേ. ഇൻറ്റു 10⁻³ ക്യാൻ ബി റിട്ടൺ ആസ് സച്ച്. പിക്കോ ഫാരഡിനെ എങ്ങനെ എഴുതാം? ഇൻറ്റു 10⁻, പിക്കോ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻⁻12 ആണ് അല്ലേ. അപ്പോൾ 10⁻⁻12 എന്ന് എഴുതി. ആൻഡ് ദറ്റ് ഷുഡ് ബി ഇൻ ഫാരഡ്സ്. ഓക്കെ, സംശയമൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾക്ക് എഴുതേണ്ടത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 47 10⁻³ ഇൻറ്റു 10⁻⁻12, അതായത് 3 - 12 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു 10⁻⁻9 അല്ലേ. 3 - 12, 10 സെയിം ബേസ് ആണ്. അപ്പോൾ 10⁻⁻9 എഴുതിയാൽ പോരെ? 3 - 12 അല്ലേ, പ്ലസ് 3 - 12, that is 10⁻⁻9, that is in farad. Okay, so this can be again written as 47 10⁻⁻9 എന്ന് പറഞ്ഞാൽ ആരാ? നാനോ ഫാരഡ് ആണ് അല്ലേ. So it can be written as 47 nanofarad with 10% tolerance and 250 volt as the voltage rating. Okay, 250 volt is the voltage rating. Hope you are clear about this. That is about capacitor color coding. Now let us see. Now coming to numerical coding or number coding in capacitors. അപ്പോൾ കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് നമ്പർ കോഡിംഗ് ഇൻ കപ്പാസിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ നമ്പർ കോഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സിൻ്റെ നമ്പറിങ് അല്ലെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് 6 റൂൾസ് ആണുള്ളത്, 6 റൂൾസ്. ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കോഡഡ് ഫോമിലായിരിക്കും. നമ്മളത് ഡീകോഡ് ചെയ്ത് അതെന്താ വാല്യൂ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് 6 റൂൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റൂൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂൾ ഇസ് ലൈക്ക് ഇഫ് ദ നമ്പർ റിട്ടേൺ ഓൺ ദി കപ്പാസിറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ 1, the value will be in picofarad, otherwise it will be in microfarad. ക്ലിയർ ആണോ? അതായത് ആ നമ്പർ, കപ്പാസിറ്ററിൻ്റെ നമ്പർ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ ഒന്നിലും കൂടുതലാണെങ്കിൽ അത് പിക്കോഫാരഡ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ചുമ്മാ 10 എന്നാണ് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 10 പിക്കോഫാരഡ്. ഇനി ചുമ്മാ 0.1 എന്നാണ് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 0.1 മൈക്രോഫാരഡ് ആണ്. ഇനി നിങ്ങളൊരു കപ്പാസിറ്റർ എടുത്തിട്ട് അതിനകത്ത് 0.01 എന്ന് ചുമ്മാ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഓർക്കേണ്ടത്? ഇറ്റ് ഈസ് 0.01 മൈക്രോഫാരഡ്, ഒന്നിലും കുറവായതുകൊണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് റൂൾ ഇൻ നമ്പർ കോഡിംഗ്. ഇനി രണ്ടാമത്തെ റൂളിലേക്ക് കിടക്കാം. ഇപ്പോൾ നോർമലി ഇൻ സെറാമിക് കപ്പാസിറ്റേഴ്സിലൊക്കെ നമുക്ക് 3 ഡിജിറ്റ് ആയിരിക്കും ആ വാല്യൂ ആയിട്ടായിരിക്കും അത് കാണിച്ചിട്ടുണ്ടാവുക ഡിസ്ക് കപ്പാസിറ്റേഴ്സിലൊക്കെ. അപ്പോൾ ഇഫ് ദർ ആർ 3 ഡിജിറ്റ്സ് ഇൻ ദ നമ്പർ, ദ തേർഡ് നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് സീറോസ് ടു ബി പുട്ട് ആഫ്റ്റർ ദ ഫസ്റ്റ് 2 ഡിജിറ്റ്സ്. അതായത് 3 നമ്പർ ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 നമ്പേഴ്സ്, ആദ്യത്തെ 2 ഡിജിറ്റ്സ് അങ്ങനെ തന്നെ എഴുതുക. തേർഡ് നമ്പർ മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ ഐ വിൽ ഷോ യു ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ എക്സാമ്പിൾ 104 ആണ് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ 2 ഡിജിറ്റ്സ് 10 എന്ന് പറയുന്ന ഈ 2 ഡിജിറ്റ്സിനെ നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ എഴുതി വെച്ചു. യു ക്യാൻ സീ ഹിയർ 10നെ അങ്ങനെ തന്നെ എഴുതി. തേർഡ് ഡിജിറ്റ് ഇസ് 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അത്ര നമ്പർ ഓഫ് സീറോസ്. അപ്പോൾ ആ 4 നമ്പർ ഓഫ് സീറോസ് നമ്മളിവിടെ അപ്പൻഡ് ചെയ്യണം. യു ക്യാൻ സീ 1 2 3 4 4 number of zeros along with this 10. But and those many picofarads എന്നാണ് അതിൻ്റെ അർത്ഥം. So what is it? അപ്പോൾ 10ൻ്റെ കൂടെ 4 more zeros അല്ലേ, which is actually, how can you write it? That is in picofarad 2. പിക്കോഫാരഡിലായിരിക്കും ആ ഒരു കപ്പാസിറ്റൻസ് വാല്യൂ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ദിസ് ക്യാൻ ബി അഗെയിൻ റിട്ടൺ ആസ്, ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 ആൻഡ് അലോങ് വിത്ത് ദിസ് ഇറ്റ് ഇസ് 10⁻⁵, റൈറ്റ്?
10⁻⁴ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 10 കൂടെ ഉണ്ടല്ലേ, അപ്പോൾ 10⁵ ആണ്. പീക്കോ ഫാരഡ് ആണ്. പീക്കോ ഫാരഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റു 10⁻⁻12, റൈറ്റ്? പീക്കോ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁵ ഇൻറ്റു 10⁻12 ഫാരഡ്. In farad, right? It is in farad. Okay? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പീക്കോ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. പീക്കോ ഫാരഡ് is given as, പീക്കോ is 10⁻12, 10⁻12. സിംപ്ലി നമ്മൾ സ്മോൾ ലെറ്റർ പി ആയിട്ടാണ് പീക്കോനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 10⁻12. ഓക്കെ, പീക്കോ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്. ഇനി നാനോ എന്ന് പറഞ്ഞാൽ എത്രയാ? നാനോ ഈസ് 10⁻9. ഇനി മൈക്രോ എന്ന് പറഞ്ഞാലോ? മൈക്രോ ക്യാൻ ബി റിട്ടൺ ആസ് 10⁻6. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് മില്ലി. മില്ലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻3 അല്ലേ? അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ്, ഇനി റെസിസ്റ്റേഴ്സിന്റെ കേസിലൊക്കെ വരുമ്പോൾ എങ്ങനെ? കിലോ എന്ന് വരും അല്ലേ? കിലോ ഈസ് ആക്ച്വലി കെ, ദാറ്റ് ഈസ് 10⁻3. And what is mega? Mega is 10⁻6. And okay, so ഇങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റേഴ്സിനെല്ലാം ഇറ്റ് വിൽ ബി നോർമലി പീക്കോ ഫാരഡ്, മൈക്രോ ഫാരഡ് ഓർ നാനോ ഫാരഡ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരും. അപ്പോൾ ഇവിടെ നമ്മൾ പീക്കോ ഫാരഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ചെയ്തു. സോ ഇറ്റ് ഈസ് 10⁵5 ഇൻറ്റു 10⁻12 അല്ലേ? അപ്പോൾ എങ്ങനെയാ? രണ്ടിൻ്റെയും ബേസ് 10 ആണ്. യു ക്യാൻ റൈറ്റ് 10 as such. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ പോരെ, കാരണം ഇത് +5 -12, ദാറ്റ് ഈസ് വാട്ട്? 5 - 12 എത്രയാ? 10⁻7 ഫാരഡ് ആണ് അല്ലേ? സോ ഹൗ ക്യാൻ യു റെപ്രസെൻറ്റ് ഇറ്റ് അഗെയിൻ? അപ്പം നമുക്ക് മൈക്രോ ഫാരഡ് സ്റ്റാൻഡേർഡ്, അത് ഏറ്റവും അടുത്ത് മൈക്രോ ഫാരഡിൻ്റെ ഒരു ഇതാണ് ഉള്ളത് അല്ലേ? അപ്പം നമുക്ക് 10⁻6, അതായത് മൈക്രോ ഫാരഡിൻ്റെ ആ ഒരു വാല്യൂ, അങ്ങനെ 10⁻6 ഇതിൽ നിന്ന് എടുക്കാം. 10⁻6. ഇനി ബാക്കി 10⁻1 കൂടി ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട്? 10⁻1 എന്ന് പറഞ്ഞാൽ എന്താ? 0.1 ആണ്. 0.1 ഇൻറ്റു 10⁻6 ആണ് ഇതിൻ്റെ വാല്യൂ, വിച്ച് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് 0.1. 10⁻6 എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ് അല്ലേ? അപ്പോൾ 0.1 മൈക്രോ ഫാരഡ് ആണ് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ. ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. സിമിലർലി യു ക്യാൻ ട്രൈ വിത്ത് 103 ഓൾസോ. അപ്പോൾ ഇതിൽ എങ്ങനെ ഡീകോഡ് ചെയ്യേണ്ടത്? ആദ്യത്തെ 2 ഡിജിറ്റ്സ് 10 ക്യാൻ ബി റിട്ടേൺ ആസ് സച്ച്. പിന്നെ 3 എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു അപ്പെൻഡ് 3 more zeros ടു ദാറ്റ്. അപ്പം അതിൻ്റെ വാല്യൂ എത്രയാ? 10 ഇൻറ്റു 10⁻3, അതായത് ടോട്ടൽ 10⁻4 പീക്കോ ഫാരഡിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ 10⁻4 ഇൻറ്റു 10⁻12, ദാറ്റ് ഈസ് 10⁻8, വിച്ച് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് 0.01 മൈക്രോ ഫാരഡ്. ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ്. ഇതിൻ്റെ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്കിനി കാണാം. ലെറ്റ് us finish those rules. അപ്പോൾ സെക്കൻഡ് റൂൾ കഴിഞ്ഞു. ഇനി തേർഡ് റൂളിലേക്ക് കടക്കാം. If the letter K follows the digits, the value will be in kilo picofarad. If the letter K follows the digits, the value will be in kilo picofarad. Okay? അതായത് ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ പുറകെ ഒരു കെ ആണ് വരുന്നതെങ്കിൽ വാല്യൂ ഓഫ് ദാറ്റ് കപ്പാസിറ്റർ ഇൻ കിലോ പിക്കോഫാരഡ്. കിലോ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻3 അല്ലേ? അപ്പോൾ ഈ 10K എന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്ത് എടുക്കേണ്ടത്? 10K എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി 10 കിലോ പിക്കോഫാരഡ്, റൈറ്റ്? ഈ പിക്കോഫാരഡിനെ നമുക്ക് പിന്നെ എങ്ങനെ മാറ്റി എഴുതാം? ദാറ്റ് ഈസ് 10 ഇൻറ്റു 10⁻3. കിലോയ്ക്ക് 10⁻3 എന്ന് എഴുതിയാൽ പോരെ? ഇൻറ്റു പീക്കോ ഫാരഡ് എത്രയാ? 10⁻12 അല്ലേ? ഓക്കെ, ഇതിൻ്റെ വാല്യൂ നമുക്ക് വീണ്ടും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 10⁻4 ഇൻറ്റു 10⁻12, ദാറ്റ് ഈസ് 10⁻8 അല്ലേ? ഇവിടെ 10 ഉണ്ട്, അതിൻ്റെ അർത്ഥം 10⁻1 ആണ്.
ഇവിടെ 3 ഉണ്ട്. 3 plus 1 4. 4 minus 12 it is 10 raised to minus 8. ഇതിൽ 10 raised to minus 6നെ മാറ്റി വെച്ചാൽ നമുക്ക് 0.01 എന്ന് കിട്ടും. 10 raised to minus 2 അല്ലേ? 0.01 and 10 raised to minus 6 can be written as microfarads. Okay? ഇങ്ങനെയാണ് ഈ ഒരു വാല്യൂ ഡിക്കോഡ് ചെയ്യേണ്ടത്. സോ ഒരു നമ്പറിന്റെ പുറകെ കെ ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് കിലോ പീക്കോ ഫാരഡ്. ഇനി ഒരു നമ്പർ കഴിഞ്ഞിട്ട് എന്നോ എമ്മോ വന്നോ അതിൻ്റെ അർത്ഥം എന്താ? എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നാനോ ആൻഡ് എം ഈസ് മൈക്രോ ഫാരഡ്. കേട്ടോ? അപ്പോൾ ഇതിന് 2 എക്സാമ്പിൾ ഇവിടെ കാണാം. 47 എൻ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് 47 നാനോ ഫാരഡ് ആൻഡ് 47 എം മീൻസ് ഇറ്റ് ഈസ് 47 മൈക്രോ ഫാരഡ്. ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ്. ഇനി if the letter n, m or k is between two numerals, 2 നമ്പറിന്റെ ഇടയ്ക്കാണ് ഈ എന്നോ എമ്മോ കെയോ ഒക്കെ വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആസ് നമ്പർ വിത്ത് ഡെസിമൽസ്. നമ്പർ വിത്ത് ഡെസിമൽസ്. അപ്പോൾ 4k7 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4.7 k. 4.7 കിലോ പീക്കോ ഫാരഡ് ആൻഡ് 2m2 ക്യാൻ ബി റിട്ടൺ ആസ് 2.2 മൈക്രോ ഫാരഡ്. ഓക്കെ? എം എന്ന് പറഞ്ഞാൽ ആ മൈക്രോ നമ്മൾ പുറത്തേക്ക് എഴുതണം. ആ എം എവിടെ കിടക്കുന്നു? ദാറ്റ് ഇസ് ഇടയ്ക്കാണ് വരുന്നത്. അതുകൊണ്ട് ഒരു 0.2 എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെസിമലും കൂടെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി 1m5 എന്നാ കിടക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് കപ്പാസിറ്റർ? ഇറ്റ് ഈസ് 1.5 മൈക്രോ ഫാരഡ്. വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇറ്റ് ഈസ് 1.5 മൈക്രോ ഫാരഡ്. ഓക്കെ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദ 5th റൂൾ. ഇനി ലാസ്റ്റ് റൂൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദി ഇമ്പോർട്ടൻസ് ഇസ് ദാറ്റ് if the letter k or m follows the 3-digit number, ഒരു 3 ഡിജിറ്റ് നമ്പറിന്റെ പുറകെയാണ് കെ ഒ എം ഒ വരുന്നതെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ഇറ്റ് ഇസ് ദ ടോളറൻസ് വാല്യൂ. കെ ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് 10% ആൻഡ് എം ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് 20%. ഇതിനൊരു എക്സാമ്പിൾ കാണാം. 101k. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ ഇസ്, ആദ്യത്തെ 2 നമ്പേഴ്സിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. നമ്മുടെ ആ സെക്കൻഡ് റൂൾ വെച്ച് ഡീകോഡ് ചെയ്യുക. ആദ്യത്തെ 2 നമ്പേഴ്സ് ഷുഡ് ബി റിട്ടൺ ആസ് സച്ച് 10 ഇൻറ്റു ദ തേർഡ് വൺ ഇസ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ ഇസ് 10 raised to 1. അപ്പോൾ ഒരു സീറോയും കൂടെ ആഡ് ചെയ്യണം എന്നാണ്. ദാറ്റ് ഇസ് 10 raised to 1 അല്ലേ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ 10 ആദ്യം ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ ഇവിടെ ഏതാണോ നമ്പർ അത്രയും നമ്പർ സീറോസ് അപ്പൻഡ് ചെയ്തു. ദർ ഇസ് ഓൺലി 1, സോ ഓൺലി 1 0. And this is in picofarad. Okay? Picofarad ലായിരിക്കും. This is in picofarad. Is that all? ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന പോലെ 3 ഡിജിറ്റ് കഴിഞ്ഞ് ഒരു k വന്നിട്ടുണ്ട്. What does it mean? K means there should be a 10% tolerance. അതിന് പകരം m ആണ് വന്നതെങ്കിൽ 20% tolerance. So this represents it is 10% tolerance. Are you all clear? Okay, so these are the 6 rules about capacitor number coding. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. Now let us try these capacitor coding examples. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The first question is 223. What does it mean? ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 3 ഡിജിറ്റ്സ് ഉണ്ട്. So doubtlessly you can say it is the second rule അല്ലേ? ആദ്യത്തെ 2 ഡിജിറ്റ്സിനെ അങ്ങനെ തന്നെ എഴുതി. It is 22. And the third digit 3 ആണ്. That means you should append as many zeros as 3. അതായത് 2 you have to append 3 more zeros. Third digit 3 ആയതുകൊണ്ട് 22 into 10 raised to 3. And what should be the unit? It should be picofarad. Clear? So that's all about number coding in using second rule. ഇനി second question നോക്കിക്കേ. 151k. What does it mean? ഇത് ഏത് റൂളിനെ ബേസ് ചെയ്തിരിക്കും? 6th റൂൾ ആണല്ലേ? ഇവിടെ 3 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഒരു k വന്നിരിക്കുന്നത്. That means it is based on the 6th rule which represents 15 that is written as such. പിന്നെ ഉള്ളതൊരു 1 ആണ് അല്ലേ? അതായത് ഒരു സീറോയും കൂടെ ആഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. And the unit is picofarad. And what should be the value tolerance? It is 10% tolerance. K ആണെങ്കിൽ 10 and M ആണെങ്കിൽ it is 20% tolerance.
Okay. Now coming to 472. Again 3 digit ആണ്. Second rule ne base ചെയ്തിട്ടുള്ള ഒരു question ആണിത്. It is 47. And how many zeros should you open? 2 zeros, right? And the unit is picofarad. How can you represent it again? To be precise, it is 4.7 nanofarad. Clear? Okay. Now next question is, simply a capacitor is written as 10. What does it mean? ഒന്നിലും കൂടുതലാണെങ്കിൽ ഫസ്റ്റ് റൂൾ അനുസരിച്ചിട്ട് സിംപ്ലി 10 പിക്കോഫാരഡ്. അതിൽ വേറെ ആലോചിക്കാനൊന്നുമില്ല. 10 പിക്കോഫാരഡ് എന്നുള്ള വാല്യൂ എഴുതിയാൽ മാത്രം മതി. ഓക്കെ. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ 3 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടത്? വി ഹാവ് ടു ടേക്ക് ദാറ്റ് സെക്കൻഡ് റൂൾ ദാറ്റ് ഇസ് ഗിവൻ. ആദ്യത്തെ 2 നമ്പേഴ്സ് അങ്ങനെ തന്നെ എഴുതി. And the third number is 1. That means you have to append one more 0 to that, and it should be in picofarad. The value is 100 picofarad. Clear? Now coming to the next question, it is 4m7. അപ്പോൾ 2 നമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഒരു എമ്മോ എന്നോ കെയോ ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? ആ ഒരു ലെറ്ററിന്റെ ഇടയിൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഒരു ഡെസിമൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. 4.7 and it is m. M means it is microfarad. Clear? So it is microfarad. Now coming to the next question, that is 2n. 2n നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 nanofarad. Clear? അതിൽ വേറെ ഡൗട്ട് ഒന്നും വേണ്ട. ഇനി അടുത്തത് 30k എന്നാണ്. ഇവിടെ നോക്കിക്കോ, ഇറ്റ് ഇസ് 30k. 2 ഡിജിറ്റ് ഉള്ളത് കഴിഞ്ഞ ഒരു k ആണ് വരുന്നത്. So it means it is based on the third rule. It is given as 30 kilo picofarad. Clear? That can be again written as 30 nanofarad. Now coming to the next question, 100 എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു കപ്പാസിറ്ററിൽ. How do you make out what is the value? ആദ്യത്തെ 2 നമ്പേഴ്സ് അങ്ങനെ തന്നെ എഴുതാം. Third digit is 0. That means how many zeros should be there? There should be 0 zeros, അല്ലേ? Which can be represented as 10 raised to 0. മൾട്ടിപ്ലയറിൽ 10 raised to 0 വരും. And that should be in picofarad, of course. അപ്പോൾ ഈ വാല്യൂ എത്രയാണ്? It is 10 picofarad. Clear? Now the last question is 2k7. So it is just 2.7 kilo picofarad, or it is 2.7 nanofarad. So I think you are clear with all these rules. You may try more questions and be thorough with this capacitor coding, both color coding and number coding. So that's all about capacitors for your first year electronics KTU exam. Thank you.